സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രോബ്ലം ആണ്. അതിൽ നമുക്ക് സ്വാപ്പിംഗ് ടു നമ്പേഴ്സ് എന്നാണ് പ്രോബ്ലത്തിന്റെ പേര് വരുന്നത്. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാണ്, a ഈക്വൽ ടു 20, b ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഞാൻ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പ്രിന്റ് a, b ഇത് കൊടുത്തിട്ട് ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 20, 10 എന്നാണ് ഔട്ട്പുട്ട് വരിക. എന്റെ വാല്യൂ 20 എന്നാണ്, ബിന്റെ വാല്യൂ 10 എന്നാണ്. അതെനിക്ക് ഡയറക്റ്റ് ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. നമ്മുടെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 20 എന്നുള്ള വാല്യൂ ഉണ്ടല്ലോ, അത് ബിയിലേക്ക് ആവണം, 10 എന്നുള്ളത് 20യിലേക്കും ആവണം. സോ ഇതാണ് നമ്മുടെ പ്രോബ്ലം നമുക്ക് വരുന്നത്. സോ ഇവിടെ ഞാൻ അപ്പോൾ ജസ്റ്റ് ഇവിടെ ബിഫോർ സ്വാപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുകയാണ്. ഇനി നമുക്ക് സ്വാപ്പിങ്ങിന്റെ ലോജിക്ക് ജസ്റ്റ് നമുക്ക് താഴത്ത് എഴുതാം. ഇവിടെ നമുക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ a ഈക്വൽ ടു ബി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. ഇനി എന്നിട്ട് b ഈക്വൽ ടു a ഇങ്ങനെ കൊടുത്തിട്ട് ഞാനിവിടെ പ്രിന്റ് ചെയ്യാണ്. പ്രിന്റ് ആഫ്റ്റർ സ്വാപ്പിംഗ് a, b എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ പ്രിന്റ് ചെയ്യാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, എനിക്ക് ബിഫോർ സ്വാപ്പിംഗ് ഓക്കെ, ഇവിടെ നമുക്ക് കറക്റ്റ് ആണ്. പക്ഷെ ആഫ്റ്റർ സ്വാപ്പിംഗ് കണ്ടോ, നമുക്ക് 10 10 ആണ് വന്നത്. കാരണം a ഈക്വൽ ടു ബി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്റെ വാല്യൂ എന്തായി, 10 ആയി മാറി. ഇനി b ഈക്വൽ ടു a എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. സോ എന്തായി, നമുക്കിവിടെ a ഈക്വൽ ടു 10 ആണ്. അപ്പോൾ b ഈക്വൽ ടു a ആയതുകൊണ്ട് b ഈക്വൽ ടു 10 വരും. അതാണ് നമുക്കിവിടെ സംഭവിച്ചത്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ആ വാല്യൂ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെമ്പററി വേരിയബിൾ പോലെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണം. സോ അതിൻ്റെ ലോജിക്കാണ് ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്. സോ ഇവിടെ നമുക്കിപ്പോൾ എന്റെ വാല്യൂ അല്ലേ നമ്മൾ അസൈൻ ചെയ്യുമ്പോൾ പോകുന്നത്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ടെമ്പ് ഈക്വൽ ടു a, ഇനി a ഈക്വൽ ടു b, എന്നിട്ട് b ഈക്വൽ ടു ടെമ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിലേക്ക് ഞാൻ a എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ കൊടുത്തു. അപ്പോൾ ടെമ്പിന്റെ വാല്യൂ എന്താണ്, 20 എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഇനി a ഈക്വൽ ടു b, അപ്പോൾ ബിന്റെ വാല്യൂ എത്രയാണ്, 10. അത് എയിലേക്ക് പോയി. ഇപ്പോൾ എന്റെ വാല്യൂ വരുന്നത് 10 എന്നാണ്. ഇനി b ഈക്വൽ ടു ടെമ്പ്, നമ്മൾ എന്റെ വാല്യൂ ഓൾറെഡി ടെമ്പിൽ സ്റ്റോർ ചെയ്ത് വെച്ചത് കൊണ്ട് നമ്മളത് എന്റെ വാല്യൂ മാറ്റുമ്പോൾ എവിടേക്കും പോകുന്നില്ല, ടെമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. സോ b ഈക്വൽ ടു ടെമ്പ് കൊടുത്തു. ഇനി ഞാൻ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, എനിക്ക് സ്വാപ്പായി. a, b എന്ന് കൊടുത്തപ്പോൾ 10, 20 എന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്നു. സോ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ലോജിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി വേരിയബിൾസ് ആണ് നമുക്കിവിടെ നോക്കാനുള്ളത്. സോ ഇത്രയാണ് ഈ ഒരു പ്രോഗ്രാം നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.